ഒരു അടിപൊളി മാങ്ങ അച്ചാറാണ് കേട്ടോ ഇത്. ഞാനിത് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. നല്ല സൂപ്പർ അച്ചാറാണ് കേട്ടോ. അസ്സലാമലൈക്കും. ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്ത പിസ്ത മിൽക്ക് കൊച്ചു മക്കൾക്കൊക്കെ ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഒരുപാട് പേര് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സലു കിച്ചന്റെ കുട്ടി വ്യൂവേഴ്സായ നിസാഹിലാനയ്ക്കും റിച്ചു മോനും ട്വിൻസായ റയാനും റയയ്ക്കും ഹായ്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ്. എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലല്ല ഇന്ന് ഞാൻ ഇവിടെ അച്ചാർ തയ്യാറാക്കുന്നത്. സത്യം പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ അച്ചാറിന്. പക്ഷെ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് കൂടുതൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ എൻ്റെ കുട്ടിയപ്പയുടെ വീട്ടിൽ പോയപ്പോഴേക്ക് അവിടെ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ അതിന് അവര് കാറ്ററിംഗുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാറ്ററിംഗുകാര് മാങ്ങ അച്ചാറിട്ട്, കാരണം ഇൻസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അച്ചാറാണ്. ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെയാണ് അവർ മാങ്ങ അരിഞ്ഞതും അച്ചാറാക്കിയതും എല്ലാം. അത് കഴിഞ്ഞൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഫുഡ് സെർവ് ചെയ്ത് ആ കൂട്ടത്തിൽ ഈ അച്ചാറും കൊണ്ടുവന്നു. അപ്പം ഇവരുണ്ടാക്കിയപ്പോഴേക്ക് എനിക്കത് കണ്ടപ്പം അത് ശരിയാവുമോ എന്ന് ഞാൻ അവരുടെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞത് കൂട്ടി നോക്കിയിട്ട് പറയാം. പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോഴേക്ക് ഞാൻ വിചാരിച്ച് എനിക്കും അതുമാതിരി ഒന്ന് അച്ചാറിട്ട് നോക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇട്ട് നോക്കട്ടെ, എന്നിട്ട് പറയാം. പച്ചമാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ കിട്ടുന്നത് കണ്ടോ, കുറച്ച് വിളഞ്ഞ മാങ്ങയാണ്. ഈ ഒരു ടൈപ്പിലെ മാങ്ങ തന്നെയാണ് അവർ ഇട്ടിരുന്നത്. നല്ല കട്ടിയുണ്ട് ഇതിന്. ആ മാങ്ങ അവരൊരു പ്രത്യേക രീതിയിലാണ് അരിഞ്ഞെടുത്തത്. അതായത് ഈ ഒരു സൈസിനേക്കാളും കുറച്ചുകൂടി വലിപ്പത്തിലാണ് അവർ അരിഞ്ഞെടുത്തത്. ഞാനിപ്പോൾ അത്രയും വലിപ്പത്തിനൊന്നും അരിയുന്നില്ല. ഈ ഒരു ടൈപ്പിൽ കട്ട് ചെയ്യണം. അതിൽ ചേർത്ത ചേരുവകളായിരുന്നു എനിക്ക് അത് ശരിയാവുമോ എന്നുള്ള ഒരിത് തോന്നിയത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്നതാണ്. അവർ ആ ഒരു കണക്കിനെ ഉണ്ടാക്കാറുള്ളൂ. ഇത് പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു. ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്താണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിക്കോട്ടെ. കൊള്ളാം. അധികം പുളിയുമില്ല, എന്നാൽ പാകത്തിനുള്ള ഒരു പരുവത്തിലുള്ള ഒരു മാങ്ങയാണ്. അപ്പം ഈ മാങ്ങയ്ക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടണ്ട കേട്ടോ. ഞാൻ ഒന്നിനും അച്ചാറാണെന്ന് കരുതി ഉപ്പ് കൂട്ടിയൊന്നും കൊടുക്കത്തില്ല. കാരണം നമ്മുടെ വീട്ടിലുള്ളവർ കഴിക്കുന്നതല്ലേ. നമ്മൾ ഉപ്പൊന്നും കൂടുതലൊന്നും ഇടണ്ട, പാകത്തിനുള്ള ഉപ്പിട്ടാൽ മതി. പിന്നെ കുറച്ച് മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും. അവരിങ്ങനെയായിരുന്നു, ഉപ്പും മുളകും കുറച്ച് മഞ്ഞപ്പൊടിയും വിനാഗിരിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നു. മഞ്ഞപ്പൊടിയെ പിന്നെ കുറച്ച് വിനേഗറൂടെ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുള്ളൂ. ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഒരുപാട് നേരമൊന്നും മാറ്റി വെക്കണ്ട. കാരണം നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന സമയമാണ് ഇതിൻ്റെ മറ്റ് ചേരുവകൾ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് അല്ലേ. ഇതിങ്ങനെ വെച്ചിട്ടാണ് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോണത്. പിന്നെ ഈ അച്ചാറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് സവോള എടുത്തിട്ടുണ്ട്. 6 സവോളയാണ് ഞാൻ ഈ ഒരു 3 മാങ്ങയ്ക്ക് വേണ്ടി എടുത്തത്. കണ്ടോ, ഇതാണ് എനിക്ക് അവർ അച്ചാറിട്ടപ്പം ശരിയാവുമോ എന്ന് തോന്നിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ വീട്ടിലാണ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ എനിക്ക് തോന്നുന്നു 2-3-4-5 ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഇരിക്കും ഫ്രിഡ്ജിൽ കേട്ടോ. ഞാൻ പിന്നെ മറ്റച്ചാർ ഉണ്ടാക്കുമ്പോഴും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കില്ല. ഉണ്ടാക്കിയ ഉടൻ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കണ്ടോ, വളരെ ഫൈനായിട്ട് വേണം അരിഞ്ഞെടുക്കേണ്ടത്. ഞാനിതിപ്പം ഒരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്. ഇനിയിപ്പോൾ നമ്മൾ കൈകൊണ്ടാണെങ്കിൽ ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ പുളിവെള്ളം, ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് ഞാനിവിടെ ഒരു 3 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ച് വച്ചിരിക്കുന്നതാണ്. ഇതിനി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം.
അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് നല്ലെണ്ണയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയൊരു കാസ്റ്റ് അയണിന്റെ ഒരു കടായിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണയിൽ അച്ചാറിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഞാൻ ഏത് അച്ചാറിട്ടാലും ഞാൻ നല്ലെണ്ണയിൽ ഇടത്തുള്ളൂ. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വരുമ്പോഴേക്ക് ഞാനിവിടെ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാനിവിടെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 4 or 5 പച്ചമുളക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞത്. ഇതൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾ ചേർത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. ചുവട് കട്ടിയുള്ള പാത്രം വേണം നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇതുപോലെ ഇരുമ്പ് ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ ശേഷം അധിക നേരം ഇതിലേക്ക് വെക്കരുത്. അപ്പോൾ ചട്ടി പെട്ടെന്ന് തന്നെ കേടായി. ഇതിവിടെ ഇതുപോലെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഈ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. ചെറുതായ സവാള ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സവാള എടുത്തത്. പിന്നെ കുറച്ച് ഗ്രേവി എനിക്ക് കൂടുതലും, അതായത് തിക്ക് ഗ്രേവി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സവാള എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 കിലോ മാങ്ങയ്ക്ക് 4 സവാള എന്നുള്ള കണക്കിൽ എടുത്താൽ മതി. ഇത് ഗോൾഡൻ കളർ ആകുന്നത് വരെ നിങ്ങൾ വഴറ്റുക. ഈ ഒരു സ്റ്റേജ് പോരെ, ഇതിവിടെ വഴണ്ടി വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി ഡാർക്കായിട്ട് ഇത് വഴണ്ടി വരണം. അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് നേരം നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇൻസ്റ്റന്റ് അച്ചാറെന്ന് എഴുതിയിട്ട് ഇത് വേഗം ചെയ്ത് തീർക്കാൻ പറ്റിയ ഒന്നല്ല. പക്ഷെ കഴിക്കാനുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വഴറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നാലേ ആ ഒരു കറക്റ്റ് പാകം കിട്ടത്തുള്ളൂ. പക്ഷെ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം, ഇത് കരിയരുത്. അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. കണ്ടോ, ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും, ഇതിനധികം എരിവില്ല കേട്ടോ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ കായപ്പൊടി, നല്ല മണമുള്ള കായപ്പൊടി തന്നെ നമ്മൾ ഇതിനായിട്ട് എടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂണോളം കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഓൾറെഡി മാങ്ങയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം അത് കണക്കാക്കി വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇവിടെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഇടുമ്പോഴാണ് ടേസ്റ്റ് എന്നാണ്. ഞാൻ അവരുണ്ടാക്കിയതുപോലെ തന്നെയാണ് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്. കണ്ടോ, നല്ലൊരു റെഡ് കളർ വന്നത്. അത് കാശ്മീരി റെഡ് ചില്ലി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു റെഡ് കളർ വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇളക്കിയ ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. പുളി ഞാൻ പിഴിഞ്ഞു വെച്ചിരുന്നില്ലേ, ആ വെള്ളം ഒരു അരിപ്പയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഇതിനി കുറുക്കിയെടുക്കും. ഇങ്ങനെ അരിച്ചെടുത്തില്ലെങ്കിൽ ഈ പുളിയുടെ കൊത്തെല്ലാം ഇതിലേക്ക് വീഴും. പിന്നെ നമ്മൾ അച്ചാർ കഴിക്കുമ്പോൾ ശരിക്കും അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഇപ്പോഴും ഫ്ലെയിം ഹൈയിൽ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഇത് നല്ലതുപോലെ കുറുക്കിയെടുക്കണം. നമ്മൾ ഈ ഇളക്കി കൊടുത്ത് തന്നെ കുറുക്കണം. അപ്പോൾ നമ്മൾ ഈ സമയം നമ്മൾ നോക്കണം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ഈ സമയം വേണം ചേർത്ത് കൊടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഒരുപോലെ ഉണ്ടാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് കാണുമ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് വേണം നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത്. ഇപ്പോഴൊന്നും മാങ്ങ ചേർക്കരുത് കേട്ടോ. ഈ ഇത്
ഇത് ഞാൻ ഒരിക്കലും പറയില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന്. കാരണം ഇത് നമ്മൾ ഇതുപോലെ നിന്ന് ഇപ്പം ഏകദേശം ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് മാങ്ങ കട്ട് ചെയ്യുന്നത് മുതൽ ഇത് വഴറ്റിയെടുക്കുന്നത് വരെ 1 മണിക്കൂർ എന്തായാലും പിടിക്കും നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാനിവിടെ ഇളക്കി കൊടുക്കുന്നത്. അപ്പം ഇതുപോലത്തെ നല്ല ചുവട് കട്ടിയുള്ള ഒരു ഇരുമ്പ് ചട്ടിയോ അതല്ലെങ്കിൽ ഉരുളിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും അത് അത്ര നല്ല ഒരു രീതിയിലേക്ക് ആ ചൂട് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിനൊക്കെ നമ്മൾ ഇതുപോലുള്ള അച്ചാറും അലുവയൊക്കെ ഉണ്ടാക്കാൻ അതിൻ്റെതായ ട്രഡീഷണൽ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. കണ്ടോ, വെള്ളത്തിൻ്റെ അംശം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളിങ്ങനെ ചട്ടവും കൊണ്ട് മാറ്റുമ്പോഴേക്കും നമുക്ക് ഈ പാനിൻ്റെ അടിവശം കാണാൻ കഴിയണം. ഇതാണ് ഒരു പരുവം. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ചിതൊന്ന് തണുത്ത ശേഷം മാത്രമേ മാങ്ങ നമ്മൾ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മാങ്ങ വെന്തു പോകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അച്ചാറിന് ഒരു ടേസ്റ്റും ഇല്ലാതെ വരും. അപ്പം ഇനി ഇതിവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇരിക്കുമ്പോൾ തന്നെ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകും. ഇതിവിടെ തണുത്തിട്ടുണ്ട് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ തണുക്കുമ്പോൾ കുറച്ചുകൂടി ഇതൊന്ന് തിക്കാവും. നമ്മൾ ഈ ഉപ്പും മുളകും മഞ്ഞളും വിനാഗിരിയും കൂടി ഇട്ട മാങ്ങയാണിത്. ഇതിനി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മാങ്ങയിൽ നിന്ന് തന്നെ ചാറ് വരും, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇത് എല്ലാം കൂട്ടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് അഭിപ്രായം പറയണം കേട്ടോ. ഞാനിത് അത്യാവശ്യത്തിന് മാത്രമുള്ളത് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് എയർ ടൈറ്റ് ബോട്ടിലിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും ഈ അച്ചാർ. മസാല ഉള്ള മാങ്ങ മധുരം, അത് കുറച്ച് വിളഞ്ഞ മാങ്ങ. കൊള്ളാം.